ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിക്കലീഡ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ INI CET MDS എക്സാം മെയ് സെഷൻ എക്സാം കഴിഞ്ഞു. കുട്ടികൾ നല്ല സ്കോർ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ INIയുടെ സീറ്റ് മെട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുന്നത്. കാരണം നമുക്കറിയാം ഓൾ ഓവർ ഇന്ത്യ എയിംസ്, PGI അതുപോലെ തന്നെ ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ് INI CET എന്നുള്ള നമ്മുടെ ഈ ഒരു കോമൺ എക്സാംസ് നടക്കുന്നത്. സോ നമ്മുടെ എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ യൂഷ്വലി ഉള്ള രീതിയിൽ തന്നെ നമ്മുടെ റിസൾട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, INI അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഡെന്റൽ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് എത്രത്തോളം സീറ്റ്സ് ഉണ്ട്, ഓൾസോ എത്രത്തോളം സീറ്റ്സ് ഓരോ കാറ്റഗറിയിലും റിസർവ്ഡ് ആണ്, അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കമ്മിങ് ടു നമ്മുടെ വീഡിയോയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ടോട്ടൽ 44 സീറ്റ്സ് ആണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത് ഓൾ ഓവർ ഇന്ത്യ. INI അതുപോലെ തന്നെ PGI അതുപോലെ തന്നെ നമ്മളുടെ ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് MDS സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം INI അല്ലെങ്കിൽ എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ PG MDS സീറ്റ്സ് മാത്രമേ ഉള്ളൂ, UG സീറ്റ്സുകൾ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഡ്രീം ആയിട്ടുള്ള ഒരു കോളേജാണ് PG സ്പെഷ്യാലിറ്റി എയിംസ് പോലത്തെ അല്ലെങ്കിൽ PGI പോലത്തെ അല്ലെങ്കിൽ ജിപ്മർ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാന്നുള്ളത്. സോ കമ്മിങ് ടു അതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ ഓവർ ഇന്ത്യ 44 സീറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസിനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതും ഡിഫറെൻറ്റ് കാറ്റഗറി സ്പ്ലിറ്റ്സ് ആയിട്ട്, അതായത് എല്ലാ കാറ്റഗറിയുള്ള സ്റ്റുഡൻസിനും അവൈലബിൾ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസിന് കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മളുടെ INIയിലോട്ട് കടന്നു വരുന്ന സമയത്ത് പിള്ളേരുടെ എണ്ണം സാധാരണ രീതിയിൽ നീറ്റിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും സ്റ്റുഡൻസിന് അവൈലബിൾ ആവുന്ന സീറ്റ്സ് എന്ന് പറയുന്നത് 44 സീറ്റ്സുകളാണ് അവൈലബിൾ ഉള്ളത്. സോ നമുക്ക് വരുന്ന ഒരു റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 44 സീറ്റുകളും 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 9 സ്പെഷ്യാലിറ്റികളാണ് യൂഷ്വലി എന്ത് ചെയ്യാറ് INI PG സീറ്റ്സുകൾ അലോട്ട് ചെയ്യാറ്. ഇത്തവണ 9 സ്പെഷ്യാലിറ്റികൾ ഇല്ല എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 6-7 സ്പെഷ്യാലിറ്റിയിലോട്ടുള്ള അഡ്മിഷൻസ് ആണ് ഇത്തവണ INI എന്ത് ചെയ്തിട്ടുള്ളത് സീറ്റ് മെട്രിക്സ് പുറത്തോട്ട് വിട്ടുള്ളത്. സോ 44 സീറ്റ്സ് 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് എയിംസ്, ജിപ്മർ അതുപോലെ തന്നെ PGI പോലത്തെ 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അഡ്മിഷൻസ് നടത്തുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ INI നമുക്ക് നോക്കിയറിയാം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ചുരുങ്ങിയ സീറ്റുകളുള്ള ഒരു എക്സാമും കൂടിയാണ് INI CET MDS എക്സാം എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു കാറ്റഗറി സ്പ്ലിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത്തവണ 18 അൺറിസർവ്ഡ് സീറ്റുകൾ INIയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. 13 നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ NCL OBC NCL സീറ്റ്സ് അവൈലബിൾ ആണ്. 6 സീറ്റ്സ് SC സ്റ്റുഡൻസിന് വേണ്ടി റിസർവ്ഡ് ആണ്. 3 സീറ്റ്സ് EWSന് വേണ്ടി റിസർവ്ഡ് ആണ്. 2 സീറ്റ്സ് STക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. സോ ടോട്ടൽ 44 സീറ്റ് ഉള്ളതിൽ 18 സീറ്റ് 18 സീറ്റ് അൺറിസർവ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും 13 സീറ്റ്സ് OBC സ്റ്റുഡൻസിനും 6 സീറ്റ് SC സ്റ്റുഡൻസിനും 3 സീറ്റ്സ് EWS സ്റ്റുഡൻസിനും അതുപോലെ തന്നെ 2 സീറ്റ് ST സ്റ്റുഡൻസിനും എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ INI റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. ഓൾസോ ജിപ്മറിലോട്ട് വരുന്ന സമയത്ത് ഓരോ വർഷവും റിസർവേഷൻസ് നടക്കുന്നത് ഒരു പ്രത്യേക സിസ്റ്റം വഴിയാണ്, റിസർവേഷൻ റോസ്റ്റർ വഴിയാണ് നടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജിപ്മറിൻ്റെ സൈറ്റ്സ് പോയി നോക്കുക, ആ സീറ്റ്സ് ഏത് കാറ്റഗറിയിലാണ് റിസർവ് ചെയ്തിരുന്നത് അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 2 സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും ജിപ്മറിൽ അലോക്കേറ്റ് ചെയ്യാണ്ട് കിടക്കുന്നുണ്ടാവും. സോ ആ സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ടോട്ടൽ 44 സീറ്റ്സ് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കമ്മിങ് ടു നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എയിംസ് ന്യൂഡൽഹിയാണ്. ടോട്ടൽ 8 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ പ്രോസ്റ്റോഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റിൽ 2 സീറ്റ്, ഈ 2 സീറ്റും തീർച്ചയായിട്ടും അൺറിസർവ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്കുള്ള സീറ്റ്സ് ആണെന്നുള്ളതാണ്. ഓർത്തോ സീറ്റ്സ് ഇത്തവണ എയിംസ് ഡൽഹിയിൽ അവൈലബിൾ ആണ്. 2 സീറ്റ്സാണ് ഓർത്തോക്കുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സീറ്റ് അൺറിസർവ്ഡും ഒരു സീറ്റ് STക്കും അവൈലബിൾ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പീഡിയാട്രിക്, അതായത് നമ്മുടെ പീഡിയോഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റിൽ 2 സീറ്റ്സ് അവൈലബിൾ ആണ്. അത് ഒരു സീറ്റ് OBCയിലും ഒരു സീറ്റ് SC സ്റ്റുഡൻസിനും എന്ത് ചെയ്തിട്ടുണ്ട് റിസർവ്ഡ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ കൺസർവേറ്റീവ് ഡെന്റിസ്റ്റോട്ട് വരുന്ന സമയത്ത് ഒരു സീറ്റാണ് അവൈലബിൾ അല്ല, അത് അൺറിസർവ്ഡ് ആണ്. ജനറൽ കാറ്റഗറിക്കാർക്കുള്ള സ്റ്റുഡൻസിനുള്ള സീറ്റ്സ് ആണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ടു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, ഏറ്റവും ഫാൻസി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള എയിംസിലെ OMFS ഒരു സീറ്റ്സ് ആണ് ഇത്തവണ അവൈലബിൾ അല്ല, അതും OBC റിസർവേഷനുള്ള സീറ്റാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. സോ എയിംസിൽ ന്യൂഡൽഹിയിൽ നിങ്ങൾക്ക് ഇത്തവണ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സീറ്റ് വേണമെന്നെങ്കിൽ നിങ്ങൾ OBC കാറ്റഗറിയിലെ സ്റ്റുഡൻ്റ് ആവണമെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കമ്മിങ് ടു നെക്സ്റ്റ് കൂടുതൽ അഡ്മിഷൻസ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് PGI ചണ്ഡീഗഡ് ആൻഡ് ജിപ്മർ പോണ്ടിച്ചേരി. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ PGI ചണ്ഡീഗഡിൽ
12 സീറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ പ്രോസ്റ്റോ ഡിപ്പാർട്ട്മെന്റിൽ 3 സീറ്റ്സ് ഉണ്ട്. ഇത്തവണ 3 സീറ്റ്സും അൺറിസർവ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിക്കാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓർത്തോ 3 സീറ്റ്സ് അവൈലബിൾ ആവുന്നത്, 2 അൺറിസർവ്ഡ് കാറ്റഗറിക്കും 1 സീറ്റ് SC സ്റ്റുഡൻസിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ റിസർവ്ഡ് ആണ്. OMFസിലോട്ട് വരുന്ന സമയത്ത് 3 സീറ്റ്സ് അവൈലബിൾ ആണ് PGIയിൽ. അതിൽ 1 സീറ്റ് അൺറിസർവ്ഡ്, 1 സീറ്റ് OBC ആൻഡ് 1 സീറ്റ് SC, അങ്ങനെ 3 രീതിയിലാണ് വന്നിട്ടുള്ളത്. പീഡിലോട്ട് വരുന്ന സമയത്ത് 3 സീറ്റ്സ് അവൈലബിൾ ആണ്, 2 സീറ്റ് OBC, 1 സീറ്റ് EWS. ഈ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് PGIയിലെ നിങ്ങളുടെ സിസ്റ്റം വന്നിട്ടുള്ളത്. ജിപ്മറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 2 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് എന്ത് ചെയ്യുന്നതായിരിക്കും, റോളർ എന്നുള്ള സിസ്റ്റത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷവും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നതായിരിക്കും, ഏത് സ്റ്റുഡൻസിനാണ് റിസർവേഷൻ എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ വെബ്സൈറ്റ് വളരെ ക്രൂഷ്യലായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കമ്മിങ് ടു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയിലോട്ട് വരുന്ന സമയത്ത് ഇത്തവണ 12 സീറ്റ്സ് അക്രോസ് 9 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് OMFS ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിൽ തന്നെ 3 സീറ്റ്സ് നിങ്ങൾക്ക് അൺറിസർവ്ഡ് ആയിട്ടും 6 സീറ്റ് OBCയിലും 2 സീറ്റ് SC സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 12 സീറ്റ്സ് റിസർവ്ഡ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. കമ്മിങ് ടു നമ്മളുടെ സ്പെഷ്യാലിറ്റി ഓർത്തോഡോണ്ടിക്സ് അല്ലെങ്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഇത്തവണ ടോട്ടൽ 12 സീറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ 3 സീറ്റ്സ് PGIയിലും 2 സീറ്റ്സ് ന്യൂഡൽഹി എയിംസിലും അവൈലബിൾ ആണ്. ബാക്കി ഏറ്റവും കൂടുതൽ സീറ്റ്സ് വന്ന രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ 6 സീറ്റ് അൺറിസർവ്ഡും, 1 സീറ്റ് OBC, 3 സീറ്റ് SC, 1 സീറ്റ് ST, അങ്ങനെ ടോട്ടൽ 12 സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൽ തന്നെ PGIയിലും എയിംസ് ന്യൂഡൽഹിയിലുമാണ് ഏറ്റവും കൂടുതൽ ഓർത്തോ സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. കമ്മിങ് ടു പീഡിയാട്രിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ പീഡിയോഡോണ്ടിക്സ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് 8 സീറ്റ്സ് ആണുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 4 സീറ്റ് OBCക്ക് റിസർവ്ഡ് ആണ്, 1 സീറ്റ് SCക്ക് റിസർവ്ഡ് ആണ്, 1 സീറ്റ് STക്ക് റിസർവ്ഡ് ആണ്, 2 സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, EWS റിസർവ്ഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദർ ഈസ് നോ സീറ്റ്സ് ഫോർ ജനറൽ കാറ്റഗറി. ഒറ്റ സീറ്റ് പോലും ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടില്ല, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തവണ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് പീഡോ എയിംസിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ SC, ST, EWS അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ ഒരു സ്റ്റുഡൻ്റ് ആവണമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ടോട്ടൽ 8 സീറ്റ്സ് ആണ് പീഡിയാട്രിക് ഡെന്റിസ്റ്റിൽ ഇത്തവണ എയിംസിലുള്ളത്. കമ്മിങ് ടു പ്രോസ്റ്റോ, നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ 5 സീറ്റ്സ് ആണ് പ്രോസ്റ്റോയിലുള്ളത്. നമുക്ക് ഇത്തവണ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് PGIയിൽ 3 സീറ്റ്സ് അവൈലബിൾ ആണ്. കമ്മിങ് ടു എയിംസ് ന്യൂഡൽഹിയിൽ 2 സീറ്റ്സ് അവൈലബിൾ ആണ്. അത് നോക്കുന്ന സമയത്ത് ഇത്തവണ വന്നിട്ടുള്ളത് 5 സീറ്റ്സും, പ്രോസ്റ്റോയുടെ 5 സീറ്റ്സും ഇത്തവണ അൺറിസർവ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്, അതായത് ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസിനാണ് അവൈലബിൾ ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ഇതിൽ പോകാൻ പറ്റുന്ന റാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോസ്റ്റോഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റ് വളരെ ഒരു നല്ലൊരു ഇതായിരിക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 5 സീറ്റ്സ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിസർവ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ടു കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്, നമ്മുടെ CD എൻഡോ ഡിപ്പാർട്ട്മെന്റിൽ ടോട്ടൽ 4 സീറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1 സീറ്റ് ന്യൂഡൽഹി എയിംസിലും, 2 സീറ്റ് ജോധ്പൂരിലും, 1 സീറ്റ് നാഗ്പൂർ എയിംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും 3 സീറ്റ്സ് അൺറിസർവ്ഡും 1 സീറ്റ് OBCക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണ് സീറ്റ് മെട്രിക്സ് വന്നിട്ടുള്ളത്. സോ എയിംസിൽ എൻഡോ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണ 4 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 4 എണ്ണത്തിൽ 1 സീറ്റ് ന്യൂഡൽഹി എയിംസിലും, അതുപോലെ തന്നെ 2 സീറ്റ് ജോധ്പൂർ എയിംസിലും, അതുപോലെ തന്നെ 1 സീറ്റ് നാഗ്പൂർ എയിംസിലും അവൈലബിൾ ആണ്. ഓൾസോ അതിൽ തന്നെ 3 സീറ്റ്സ് അൺറിസർവ്ഡും 1 സീറ്റ് OBCക്ക് റിസർവ്ഡ് ആണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ടു പെരിയോ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ഇത്തവണ വന്നിട്ടുണ്ട്. ഇത്തവണ പങ്കെടുക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. കമ്മിങ് ടു പെരിയോ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പെരിയോ ഇത്തവണ 2 സീറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് എയിംസ് ഗോരഖ്പൂരിൽ 1 OBC സീറ്റും എയിംസ് ഗുവാഹത്തിയിൽ 1 അൺറിസർവ്ഡ് സീറ്റുമാണ് പെരിയോക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി PhD എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് 1 സീറ്റ് ഇത്തവണ EWS സ്റ്റുഡൻസിന് എയിംസ് ഭോപ്പാൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. കമ്മിങ് ടു ഡിപ്പാർട്ട്മെന്റ് ഓറൽ പാത്തോളജി ആൻഡ് മെഡിസിൻ, ഇത്തവണ ഓറൽ പാത്തോളജി ആൻഡ് ഓറൽ മെഡിസിൻ ഒറ്റ സീറ്റ്സ് പോലും എന്ത് ചെയ്തിട്ടില്ല, എയിംസിൽ അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ നോക്കുന്ന സമയത്ത് ഇത്തവണ നമ്മളുടെ കാര്യങ്ങൾ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എയിംസ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് PG ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 44 സീറ്റുകളിൽ നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എയിംസിൽ ഒരു PG ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ആൻഡ് ST ആൻഡ് EWC സ്കാരിറ്റി നോക്കുന്ന സമയത്ത് ST സ്റ്റുഡൻസിന് ഇത്തവണ 2 സീറ്റ്സും EWC സ്റ്റുഡൻസിന് ഇത്തവണ 3 സീറ്റ്സുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതിൽ തന്നെ എയിംസ് ന്യൂഡൽഹിയിൽ ഒരു ഓർത്തോ സീറ്റ്സും ST സ്റ്റുഡൻസിന് ആൻഡ് PGIയിൽ നിങ്ങൾക്കൊരു പീഡിയാട്രിക് സീറ്റ്സും റിസർവ്ഡ് ആണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ടു EWS കാറ്റഗറി സ്റ്റുഡൻസിന് എനിക്ക് എയിംസ് ഡിയോഗറിൽ പീഡിയാട്രിക്സ് അതായത് പീഡിയോ ഡിപ്പാർട്ട്മെന്റ് ഒരു സീറ്റ് റിസർവ്ഡ് ആണ്. PGIയിൽ പീഡിയാട്രിക്സിൽ ഒരു EW സീറ്റ്സ് റിസർവ്ഡ് ആണ്. എയിംസ് ഭോപ്പാലിൽ ഒരു PhD സീറ്റ്സും റിസർവ്ഡ് ആണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കാറ്റഗറി റിസർവേഷൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് തവണ കൊടുത്തിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ ടോട്ടൽ കാര്യങ്ങളിലോട്ട് വരുന്ന സമയത്ത് ഈ റിസർവേഷൻ എന്നുള്ള കാര്യം എയിംസിൻ്റെ എസ്പെഷ്യലി എയിംസിൻ്റെത് സീറ്റ് മെട്രിക്സ് കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അത് പല രീതിയിൽ ചേഞ്ചസ് ആയിട്ട് കാണാറുണ്ട്. സോ ഇത്തവണത്തെ സീറ്റ് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി OBC അല്ലെങ്കിൽ രീതിയിലുള്ള കുറച്ചും കൂടി അധികം സീറ്റ്സ് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലെ സ്റ്റുഡൻസിനും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് എയിംസിൽ ഇത്തവണ സീറ്റ്സ് അവൈലബിൾ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ പ്രിഫറൻസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ജെനുവിൻലി പ്രിഫറൻസ് ഏതാണെന്ന് നോക്കുക. നിങ്ങളുടെ ചോയ്സുകൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതനുസരിച്ച് ആ സ്ഥലത്ത് നിങ്ങളുടെ റാങ്ക് കയറാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഓൾസോ സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ പെരിയോ പോലത്തെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇത്തവണ സീറ്റ്സ് കുറച്ച് കുറവാണ് കമ്പയർ ടു ലാസ്റ്റ് ഇയർ. 4 സീറ്റ്സാണ് കൺസർവേറ്റീവ് വന്നിട്ടുള്ളത്, 2 സീറ്റാണ് പെരിയോക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഏരിയാസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസർവേഷൻസും അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സും വെച്ചിട്ട് എന്ത് ചെയ്യാതെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കാം. റൂൾ 3 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നീറ്റ് MDS എന്നുള്ളൊരു ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യം. എയിംസ് നിങ്ങൾക്ക് അറിയാം 44 സീറ്റ്സ് ആണുള്ളത്, അതും ഡിഫറൻ്റ് ആയിട്ടുള്ള എയിംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതും ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ഈ സീറ്റ്സ് പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫൈനലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ബേസ് ചെയ്ത് നമ്മൾ എടുത്ത ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, നിങ്ങളുടെ എയിംസിൻ്റെയും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സിൻ്റെ ഒക്കെ നിങ്ങളുടെ വീഡിയോസ് അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ്സും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളെ റാങ്ക് ബേസ് ചെയ്ത് നമുക്കറിയാം, ഇതിപ്പോൾ എയിംസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബിലോ 100 ഉള്ള സ്റ്റുഡൻസിനാണ് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഈ ഒരു സീറ്റ്സിന് അവൈലബിൾ ആവുന്നതാണ്. സോ അവരെന്ത് ചെയ്യുക, അവരുടെ റാങ്കും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യാലിറ്റിയും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അവൈലബിൾ ആകുന്ന സീറ്റ്സിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ യുവർ സീറ്റ് ഈസ് എ കാൽക്കുലേഷൻ, നോട്ട് ജസ്റ്റ് എ റാങ്ക്. പ്ലാൻ യുവർ INACT സ്ട്രാറ്റജി വിത്ത് അസ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.